മിഷൻ അർജുൻ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ അർജുൻ്റെ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. മനാഫിൻ്റെ വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണമൊക്കെ കേട്ടു. ഇപ്പോൾ മനാഫ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇനി അടുത്ത നടപടി? ഇപ്പോൾ DNA ടെസ്റ്റിനൊക്കെ പോകണമെന്ന് പറയുന്നു. കാലതാമസം ഉണ്ടാവുമോ? അങ്ങനെ പെട്ടെന്ന് തീർക്കാനുള്ള എന്തെങ്കിലും ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? പെട്ടെന്ന് തീർക്കാന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടില്ല. 2 ദിവസം DNA ടെസ്റ്റിൻ്റെ റിസൾട്ടിന് വേണമെന്നുള്ളതാണ്. പിന്നെ മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്ന് ഇടപെട്ടിട്ടുണ്ട്. മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. കൈയാണെങ്കിൽ ഇന്നത്തോടു കൂടി തന്നെ കിട്ടുകയാണെങ്കിൽ മറ്റേ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ കെയർ ഓഫിൽ ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ എത്തി. ഇവിടെ തന്നെ താമസം. എന്തായാലും എത്രയും പെട്ടെന്ന് ആവുകയാണെങ്കിൽ അത്രയും നന്നെന്നുള്ള ആഗ്രഹമാണ്. എത്രയും പെട്ടെന്ന് അവൻ്റെ നാട്ടിൽ അവൻ്റെ വീട്ടിൽ ഏൽപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആശുപത്രിയിൽ ഇന്നലെ പോയിരുന്നോ? ഇല്ല, ഞാൻ ആശുപത്രിയിലേക്ക് പോയിട്ടില്ല. ഈ സാമ്പിൾ കൊണ്ടുപോയോ? എന്താ നമുക്ക് കിട്ടിയത്? ഇന്ന് കൊണ്ടുപോകുള്ളൂ. രാവിലെ കൊണ്ടുപോകും. രാവിലെ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റേ 2 ദിവസം വേണം എന്നുള്ളത് പറഞ്ഞു. ഇനി അതിനെന്തെങ്കിലും വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ ആരും ഉന്നയിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇന്ന് തന്നെ കഴിച്ചിലാവുമെന്ന് വിചാരിക്കാം. മറ്റ് 2 പേര് കൂടി ഇവിടെ മിസ്സിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഫാമിലി എങ്ങാനും ഒരു അവകാശം പറഞ്ഞു വരും, അങ്ങനെ വല്ലതും തോന്നുമോ? അതൊന്നും പറഞ്ഞു വരില്ല. അങ്ങനെയുള്ള ആളുകളല്ലേ, ഒരു പാവപ്പെട്ട ഒരു 3 ആളുകളാണ്. അവരച്ഛൻ പോയിട്ട് പോലും അർജുനെ കിട്ടിയതിൽ ആ കുട്ടികൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ക്യാബിനകത്ത് ബാക്കി ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പരിശോധന നടത്തണം എന്നുള്ള ആവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ക്യാബിന് ഇനി കട്ടർ ഉപയോഗിച്ചിട്ട് അത് പൊളിച്ചു കഴിഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ അതിൽ പരിശോധിക്കും. വാഹനം അതേമാതിരി തന്നെ എടുക്കാൻ പറ്റാത്ത, വണ്ടി ഓടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളത്. മീൻസ് അങ്ങോട്ട് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് വലിപ്പുഴയെന്ന് അങ്ങോട്ട് ആ വണ്ടിക്ക് ഇങ്ങോട്ട് വരാനൊരു തടസ്സം, ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ട വണ്ടിയായിരുന്നു. ആ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ് ഉള്ളത് വണ്ടി. ബ്രേക്കൊക്കെ ഇനി റിലീസ് ചെയ്യേണ്ടതുണ്ട്. റിലീസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് മേലേത്ത് എടുത്തു കഴിഞ്ഞിട്ട് കട്ടർ വെച്ച് അത് പൊളിച്ചു. വണ്ടി കയറ്റാൻ കൂടുതൽ ക്രെയിനൊക്കെ ആവശ്യമുണ്ടോ? എന്തായാലും ഇന്നലത്തെ ക്രെയിൻ കൊണ്ട് നടന്നില്ലല്ലോ 2 എണ്ണം. അത് നടക്കാത്തതിൻ്റെ കാരണം ഈ ഹാൻഡ് ബ്രേക്കാണ്. ഈ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ദുർഘടം ആയിരുന്നു ഈ ദൗത്യമെന്ന് നമുക്കറിയാം. പല ഘട്ടങ്ങളിലായി കാലാവസ്ഥയുടെ പ്രതികൂല അവസ്ഥകളെല്ലാം തരണം ചെയ്ത് വന്നു. നമുക്ക് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി KB ശ്രീധരൻ ഒപ്പം ചേരുകയാണ്. ശ്രീധരൻ, നമസ്കാരം. നമ്മൾ 2 മനസ്സോടെയാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതായത് ദൗത്യത്തിൽ ഉൾപ്പെട്ടവർക്ക് ഈ ആശ്വാസത്തിൻ്റെ സമയമാണ്, ദൗത്യം വിജയിച്ചതിൻ്റെ ആശ്വാസം. പക്ഷേ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച്, നമ്മളൊക്കെ സംബന്ധിച്ച്, പ്രിയപ്പെട്ടവരെയൊക്കെ സംബന്ധിച്ച് സങ്കടത്തിൻ്റെ നിമിഷവും, അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദിവസമാണ്. ഷിരൂരിൽ നിന്ന് എന്തൊക്കെയാണ് സംഭവിക്കുക? ഈ നമ്മുടെ മനാഫ് പറഞ്ഞതുപോലെ തന്നെ തുടർന്നും ലോറി കരക്കെടുക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായിരിക്കും ഇന്നത്തെ ദിവസം ചെലവിടുക. മോത്തി, നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരേ സമയം ആശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ സങ്കടത്തിൻ്റെയും ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം തന്നെയാണ് ഷിരൂരിലുള്ളത്. ഇപ്പോൾ മനാഫ് പറഞ്ഞത് നമ്മൾ കേട്ടു. അതായത് അതീവ സങ്കടകരമാണ് കാര്യങ്ങൾ. ഇന്നലെ മുതൽ തന്നെ അതിവൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഓരോരുത്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. നമ്മൾ സമൂഹ മാധ്യമങ്ങളൊക്കെ എടുത്താൽ തന്നെ നമുക്ക് കാണാം, ആളുകൾ ഒരു മനുഷ്യത്വം അതെന്താണ്, അതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. നിലവിലേതായാലും ഷിരൂരിൽ ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള 2 കാര്യങ്ങളാണ്, 2 സമാന്തരമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാനം, ഈ അർജുനെ എപ്പോൾ വീട്ടിലേക്ക് എത്തിക്കാനാകും എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനം. DNA സാമ്പിളുകൾ രാവിലെ തന്നെ മംഗലാപുരത്തെ ലാബിലേക്ക്, ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോകും. 2 ദിവസമെങ്കിലും റിസൾട്ടിനാകും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 2 ദിവസത്തിന് ശേഷം മാത്രമേ ഒരു പക്ഷേ കോഴിക്കോട്ടേക്ക് ഈ ശരീരഭാഗങ്ങൾ എത്തിക്കാനാകൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം
മറുവശത്ത് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട്, അതായത് സിദ്ധരാമയ്യയുടെ ഓഫീസുമായി കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നടപടിക്രമങ്ങൾ കൂടുതൽ ലഘൂകരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത്, സാങ്കേതിക പ്രശ്നമുള്ളത്, ഏതെങ്കിലും തരത്തിൽ ഈ മറ്റ് രണ്ടുപേരെ കൂടി കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ DNA പരിശോധന നടത്തിയില്ലെങ്കിൽ നിയമപരമായി സാങ്കേതികമായി അത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊഴിവാക്കാനാണ് DNA പരിശോധന വേണം എന്ന് ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ നിലപാടെടുക്കുന്നത്. ഏതായാലും ഇന്ന് മംഗലാപുരത്ത് ലാബിൽ എത്തിച്ചാൽ ശനിയാഴ്ചയോടുകൂടി ഫലം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട്, ക്യാബിനുള്ളിൽ നിന്നാണ് ഈ ശരീരഭാഗങ്ങൾ കിട്ടിയത്. അതുകൊണ്ട് തന്നെ മറ്റ് സംശയങ്ങളില്ല. അർജുൻ്റേതെന്ന് നമ്മൾ കരുതുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും അതിനുള്ളിൽ ഉണ്ട് എന്നാണ് അവർ നൽകുന്ന സൂചനകൾ. അതിനാൽ തന്നെ മറ്റ് പരിശോധനകൾക്ക് വേണ്ട, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയാൽ മതി എന്നുള്ള ഒരു കാര്യമാണ് ജിതിൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഏതായാലും അത് ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന ലോറിയുടെ ക്യാബിൻ അത് ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ പല തവണ മണിക്കൂറുകൾ എടുത്ത് അത് ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പെട്ടെന്ന് അത് വടം പൊട്ടിയൊക്കെ അത് താഴേക്ക് വീണ്ടും പോകുന്ന ഒരു സ്ഥിതിയാണ്. ആ ടെറൈൻ അങ്ങനെയാണ്. അത് ഉയർത്തി എടുക്കുന്നതിന് ചില പരിമിതികൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ, പ്രതിസന്ധികളൊക്കെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ആ ഹാൻഡ് ബ്രേക്കിലാണ് ആ ലോറി കിടക്കുന്നത്. ഈ ടയറൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെയാണ് ലോറി ഉടമ മനാഫൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതൊന്ന് ലൂസാക്കി കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. വേണമെങ്കിൽ ഒരു ക്രെയിൻ കൂടി എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ ഏതാണ്ട് 30 ടൺ ഭാരം താങ്ങാൻ ശേഷിയുള്ള, അതായത് 15 ടൺ വീതം ഭാരം താങ്ങാൻ ശേഷിയുള്ള 2 ക്രെയിനുകൾ എത്തിച്ചാണ് ഈ ലോറി കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ 2 തവണ വടം പൊട്ടി, ഒരു തവണ ക്രെയിൻ ചേറിൽ പുതഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിനാൽ തന്നെ ഇന്ന് കൂടുതൽ ക്രെയിനുകൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഈ MLA സതീഷ് കൃഷ്ണസൈലും അതുപോലെ ഈ ഡ്രഡ്ജിങ് കമ്പനിയുടെ ആളുകളൊക്കെ ഇന്നലെ തന്നെ സ്ഥലത്തുണ്ട്. ഇനി ആ ക്യാബിൻ ഒന്നുകൂടി വെട്ടിമുറിച്ച് അതിനുള്ളിൽ മറ്റ് ഭാഗങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് നടത്തേണ്ടതുണ്ട്. അതായത് ആ ക്യാബിൻ ആകെ ഈ അപകടത്തിൽപ്പെട്ട് ചളുങ്ങിപ്പോയൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് വെട്ടിമുറിച്ചാൽ മാത്രമേ, അത് കട്ടർ ഉപയോഗിച്ച് വെട്ടിമുറിച്ചാൽ മാത്രമേ അതിനുള്ളിലേക്കൊക്കെ കടന്ന് ചെല്ലാനാകൂ. ഇന്നലെ പുറമേ നിന്ന് എത്തുന്ന ഭാഗത്തു നിന്നാണ് ഇത്രയും ശരീരഭാഗങ്ങൾ എടുത്തത്. അതിൻ്റെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയക്കുന്നത്. ഏതായാലും കട്ടർ കൊണ്ടുവന്ന് അതുകൊണ്ട് അതിനുള്ളിൽ നിന്ന് കൂടുതൽ ഭാഗങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മണ്ണിൽ പൊതിഞ്ഞ നിലയിലാണ് ആ ക്യാബിന് ഉൾവശം ഉണ്ടായിരുന്നത്, ഈ ശരീരം ഉണ്ടായിരുന്നത്. ആ മണ്ണുൾപ്പെടെയാണ് ഇന്നലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. തലഭാഗം, ശിരസിൻ്റെ ഭാഗം അതിൽ ഉണ്ടായിരുന്നില്ല താനും. ഇങ്ങനെ പല കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്. ഏതായാലും ആ ക്യാബിൻ മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ